ഇന്നലെ രാത്രി 2:30-ക്കാണ് ഈ വളരെ ദുഃഖകരമായ സങ്കടകരമായ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു അപകടം നടക്കുന്നത്. അതായത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഈ കാണുന്ന ഗർഡറുകളാണ് ഇന്നലെ രാത്രി തകർന്നു വീഴുന്നത്. എറണാകുളം ഭാഗത്ത് നിന്ന്, അതായത് ഈ എറണാകുളം ഭാഗത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന വാഹനം, ഒരു പിക്കപ്പ് വാഹനമാണ്. ആ വാഹനമായിരുന്നു രാജേഷ് ഓടിച്ചിരുന്നത്. ആ വാഹനം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. സാധാരണ പണി നടക്കുന്ന സമയങ്ങളിൽ വാഹന ഗതാഗതം നിയന്ത്രിക്കാറുണ്ട്, വാഹനങ്ങൾ കടത്തിവിടാറില്ല എന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഏതായാലും അതിലേക്ക് ഒരു വ്യക്തത ഈ അന്വേഷണമൊക്കെ കഴിഞ്ഞ ശേഷം വരുമായിരിക്കാം. പക്ഷേ ഏതായാലും ഈ പിക്കപ്പ് വാഹനം ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഗർഡറുകൾ ബീമർ ഉപയോഗിച്ച് മുകളിൽ കയറ്റിയ ശേഷം ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച് അത് സ്ലൈഡ് ചെയ്ത് നീക്കുന്ന പ്രവർത്തനമാണ് രാത്രി ഇവിടെ നടക്കുന്നത്. നമുക്കിപ്പോൾ ഈ മുകളിൽ കാണാൻ സാധിക്കും, ഈ ഗർഡറുകൾ ഈ മുകളിൽ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗർഡറുകൾ സ്ഥാപിക്കുന്നത് ഇങ്ങനെ, ഗർഡറുകൾ ഈ ഒരു ഗ്യാപ്പിലാണ് വരേണ്ടത്. അപ്പോൾ ഈ മുകളിൽ കയറ്റി, ഈ ഗർഡറുകൾ മുകളിൽ കയറ്റി വെച്ച ശേഷമാണ് പിന്നീട് അത് ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച് സ്ലൈഡ് ചെയ്ത് നീക്കുന്നത്. അപ്പോൾ ഈ സ്ലൈഡ് ചെയ്ത് നീക്കുന്നതിനിടയിലാണ് ഹൈഡ്രോളിക് ജാക്കിൽ നിന്നും തെന്നി മാറി ഈ ഗർഡർ താഴേക്ക് വീഴുന്നത്. ഒരു ഗർഡർ താഴേക്ക് വീഴുന്നതിനിടയിൽ അത് മറ്റൊന്നിൽ തട്ടി രണ്ടാമത്തെ ഗർഡർ കൂടി വീഴുന്നു. അത് നേരെ ഈ ഓടിച്ചിരുന്ന പിക്കപ്പ് വാഹനത്തിലേക്കാണ് വീഴുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഇത്രയും ഭാരമുള്ള, വലിയ കനമുള്ള, വലിയ വലിപ്പമുള്ള ഗർഡറുകൾ ഇത് വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് പിക്കപ്പ് വാഹനത്തിലേക്ക് വീഴുന്നു. ആ വീണ സമയത്ത് ആ വാഹനം മാത്രമായിരുന്നു ഈ സ്ഥലത്ത്, ഈ റോഡിൽ ഉണ്ടായിരുന്നത്. പുറകെയും മുൻപിലുമൊക്കെ മറ്റു വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പിക്കപ്പ് വാഹനത്തിലേക്ക് ഇത് വീഴുന്നു. പിക്കപ്പ് വാഹനം, ഈ വണ്ടി അത് പൂർണ്ണമായും ഇല്ലാതാകുന്നു. ഈ വാഹനത്തിനകത്ത് ഓടിച്ചിരുന്ന ഡ്രൈവർ ആലപ്പുഴ സ്വദേശിയായ രാജേഷാണ്. രാജേഷ് തൽക്ഷണം ഈ അപകടം നടന്ന് ഉടൻ തന്നെ മരിച്ചു വീഴുന്നു. ഈ ആളുകൾ ഇവിടെ പിന്നീട് ഉടനെ ഉണ്ടായത്, ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ, ക്രെയിൻ ഓപ്പറേറ്റർമാർ, ഇത് ആളുകൾ ഓടിക്കൂടി. പക്ഷേ ആളുകൾക്ക് രക്ഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആളുകൾക്കൊരു രക്ഷാദൗത്യം നടത്താൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഇത്. കാരണം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇത്രയും ഭാരമുള്ള ഈ ഒരു വസ്തു അത് മാറ്റണമെങ്കിൽ 1-2 ക്രെയിനുകൾ വേണം. അപ്പോൾ ഈ ക്രെയിൻ ഓപ്പറേറ്റർമാർ അല്ലെങ്കിൽ ഈ നിർമ്മാണ കമ്പനിയുടെ തൊഴിലാളികളടക്കം ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരുപക്ഷെ നാട്ടുകാരുടെ പ്രതിഷേധവും മറ്റൊക്കെ, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ ഒരുപാട് മരണമുണ്ടായിട്ടുണ്ട്. 40-ലധികം മരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, പല അപകടങ്ങളിൽ. അതിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ടായിരുന്നു. പോലീസ് ഇതിലൊന്നും നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈ അനാസ്ഥ തുടരുന്നതൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഭയന്നായിരിക്കാം ഒരുപക്ഷെ ഇവിടെ നിന്നും ഈ നിർമ്മാണ കമ്പനിയുടെ ജീവനക്കാർ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ ഈ രക്ഷാദൗത്യം വളരെയധികം വൈകുന്നു. ഏകദേശം 4 മണിക്കൂറോളം സമയമെടുത്താണ് ഈ ഗർഡറുകൾ മാറ്റി ഈ വാഹനം പുറത്തെടുക്കുന്നത്. വാഹനം പുറത്തെടുത്തപ്പോഴേക്കും വാഹനം പൂർണ്ണമായി തകർന്നിരുന്നു. അതിൻ്റെ അകത്തുണ്ടായിരുന്ന മൃതദേഹം പോലും വളരെ മോശപ്പെട്ടൊരു സാഹചര്യത്തിലായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മളോട് പറഞ്ഞത്. ഏതായാലും ആ വാഹനം ഇവിടെ നിന്നും കുറച്ചധികം ദൂരേക്ക് മാറ്റിയിട്ടുണ്ട്. അത് പൂർണ്ണമായും മറച്ച നിലയിലാണ്, കെട്ടിമറച്ച നിലയിലാണ്. ഈ നിർമ്മാണ കമ്പനിയുടെ തൊഴിലാളികൾ തന്നെയാണ് ഇതൊക്കെ, ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ നടക്കുന്ന പണി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഗർഡറുകൾ മുറിച്ച് മാറ്റുക എന്ന പണിയാണ് നിലവിലിവിടെ നടക്കുന്നത്. ഈ ഗർഡറുകൾ മുറിച്ച് മാറ്റി ഇവിടെ നിന്ന് മാറ്റുക എന്നൊരു പണിയാണ് ഇവിടെ നിലവിലിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പരിശോധന അടക്കം നടക്കും. അതിനുശേഷമായിരിക്കും പൂർണ്ണ തോതിലുള്ളൊരു വാഹന ഗതാഗതം ഇതുവഴി വീണ്ടും പഴയ പോലെ ആക്കുക. നിലവിൽ രണ്ട് വഴി വാഹനം തിരിച്ചുവിടുന്നുണ്ട്. തുടക്കത്തിൽ പൂർണ്ണമായും ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. അതിനുശേഷം കുറച്ച് മുൻപാണ് ഇത്തരത്തിൽ ഈ ഭാഗികമായെങ്കിലും ഇതൊരു വാഹനങ്ങൾ വിടാൻ തുടങ്ങിയത്. ഇത് അരൂർ എരുമല്ലൂർ ഭാഗമാണ്. അരൂറിന് ശേഷം ചന്ദ്രൂരിന് മുമ്പുള്ള എരുമല്ലൂർ ഭാഗമാണ്. ഇവിടെ എറണാകുളത്ത് നിന്ന് വാഹനങ്ങൾ നേരത്തെ അരൂർ അരുവിക്കുറ്റിയിൽ നിന്നും ചേർത്തലയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ എക്സ്ട്രാ ജംഗ്ഷനിൽ നിന്നുമാണ് നേരത്തെ വഴിതിരിച്ച് വിട്ടുകൊണ്ടിരുന്നത് തുടക്കത്തിൽ. പിന്നീട് ഭാഗികമായി ഇതുവഴി ഒരു വശത്തു കൂടി മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. തുടക്കത്തിൽ നാട്ടുകാർ, പ്രത്യേകിച്ച് ഈ നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത് ഒരു പൂർണ്ണമായി മെഷീൻ ഫെയിലിയറാണ്, അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജാക്കി ഫെയിലിയറാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഈ വാഹനങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ഈ വാഹനം കടന്നു വന്നത് അറിയില്ല എന്നായിരുന്നു തുടക്കത്തിൽ ഈ നിർമ്മാണ കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പക്ഷേ നാട്ടുകാർ ആ സമയത്ത് ഇതുകൂടി കേട്ടതോടെ വലിയ പ്രകോപിതരാകുന്നു. അവർ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ച് ഈ പണി നടക്കുന്ന സമയത്ത് തന്നെ ഇതൊരു വാഹനങ്ങൾ കടത്തിവിടാറുണ്ട്, അത് നിയന്ത്രിക്കാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ വലിയ പ്രകോപിതരാകുന്നു, അവർ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. വാഹനങ്ങളടക്കം തടഞ്ഞ്
അവർ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിൽ പോലീസ് അടക്കം കൂടുതൽ പോലീസുകാരടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ആ പ്രതിഷേധം തൽക്കാലം ഒന്ന് തണുത്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുമൊക്കെ ഉണ്ട്. നിലവിൽ ഈ മരിച്ച രാജേഷിൻ്റെ മൃതദേഹം ജനറൽ ആശുപത്രി, ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഏതായാലും ഇപ്പോൾ ഇവിടെ നിന്നും ഈ ഗർഡറുകൾ മുറിച്ച് മാറ്റാനുള്ള പണിയടക്കം നടക്കുന്നുണ്ട്. വലിയ ദാരുണമായ സംഭവമാണ്. പ്രത്യേകിച്ച് ഒരു ജീവൻ നഷ്ടമാകുന്നു ഈ പണിക്കിടെ. ഈ മേഖലയിൽ മാത്രം ഈ ഉയരപ്പാത നിർമ്മാണത്തിനിടെ മരിക്കുന്ന 45ാമത്തെ വ്യക്തിയാണ് രാജേഷ് എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഏതായാലും വലിയ ദുഃഖമുളവാക്കുന്ന, വലിയ സങ്കടമുളവാക്കുന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ വരുന്നത്. ഇവിടെ ഇനിയിപ്പോൾ ഇതിൻ്റെ കളക്ടർ രാവിലെ ഇവിടെ സന്ദർശിക്കുന്നു. ഇതിൽ നിർമ്മാണ കമ്പനിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇന്നോ നാളെയോ തന്നെ ആ റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് കളക്ടർ പറയുന്നത്. അതുമാത്രമല്ല, കൂടുതൽ അന്വേഷണങ്ങൾ പോലീസിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് അധികാരപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ കൂടുതൽ അന്വേഷണമൊക്കെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം നടക്കും. ഒപ്പം തന്നെ ഇവിടുത്തെ സുരക്ഷ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു ആശങ്ക ആളുകൾക്ക് ഈ അപകടം കൂടി ഉണ്ടാകാനും സാധ്യതയുണ്ട്.